രാഹുൽ മാക്കൂട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയിലില്ല. പാർട്ടിയിൽ ഉള്ള അല്ലല്ലോ അദ്ദേഹം. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ആളാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ്. അപ്പം പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അത് രണ്ടും രണ്ടാണ്. കാരണം എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ പുറത്താക്കാനുള്ള അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതൊരു ജനറലായ കാര്യമാണ്. എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നതിന് ഒരു നിയമസഭാ അംഗത്തെ പുറത്താക്കാനുള്ള അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ വരുന്ന ഗവൺമെൻറ്റുകളുടെ കൂടുതൽ എത്തിക്സ് കമ്മിറ്റി ഭരണകക്ഷിയുടെ ആളായിരിക്കും. വരുന്ന ഏതല്ലേ MLA-മാരെ നാളെ മുതൽ അങ്ങ് പുറത്താക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? അത് തെറ്റായി കീഴ്വഴക്കമല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അത് വേറെ. ഞാൻ പറഞ്ഞതേ നിങ്ങൾ മനസ്സിലാക്കണം. എത്തിക്സ് കമ്മിറ്റിക്ക് ഇല്ലാത്ത ഒരു അധികാരം കൊടുത്താൽ നാളെ ഏത് MLA വേണമെങ്കിലും എത്തിക്സ് കമ്മിറ്റിക്ക് പുറത്താക്കാം. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്നത് ജനാധിപത്യത്തിൽ ഗുണകരമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ജനറലായ തീരുമാനം വേണ്ടെന്ന് വെച്ചാൽ. അല്ലാണ്ട് രാഹുൽ മാക്കൂട്ടൻ ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്നൊരു ബാധകമല്ല.